എന്നെ അവിടെ കയറ്റി വിടാൻ അതുണ്ടെങ്കിൽ ആ തിയേറ്റർ ഞാൻ പൊട്ടിച്ചു കളയും. അതുകൊണ്ട് അവനെന്ന് പറഞ്ഞൊരു ക്രിമിനലാണ്. ദിലീപ് ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടാണ് ഈ ക്യാപിറ്റൽ മുഴുവൻ ഉണ്ടാക്കിയത്. ഇതേ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ് അയാൾ ഈ കൊട്ടേഷൻ കൊടുത്തത്. അതിന് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ദിലീപ് ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ളവർക്ക് കൂടി അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ദിലീപ് വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ട് ബാക്കിയുള്ളവരെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത് എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നമസ്കാരം. ഭയഭക്തി ബഹുമാനം അഥവാ ബബ്ബബ്ബ എന്ന സിനിമ ഇന്ന് റിലീസായിരുന്നു. ദിലീപ് ഏട്ടൻ്റെ ഒരു കംബാക്ക് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന സിനിമയാണ്. ഈ സിനിമയ്ക്ക് നേരെ എത്രയോ ദിവസങ്ങളായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇടയിൽ നിന്നും പല രീതിയിലുള്ള ബോയ്ക്കോട്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ സിനിമ റിലീസായ സമയത്ത് ഇവരുടെ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് കുറച്ച് വിഷ്വൽസിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇവരുടെ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ വിജയിച്ചു എന്നുള്ളതിന് തെളിവാണ്. ഒട്ടും തിരക്കില്ല, ആരും ഈ സിനിമ കാണാൻ വരുന്നില്ല. ഇത്തരത്തിലുള്ളൊരു അന്തരീക്ഷത്തിലിരുന്നാണ് ഞാൻ ഈ സിനിമ കണ്ടത്. എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. എന്തായാലും വലിയ കോമഡി ആയിട്ടുണ്ട് ഇവരുടെ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ. ഇവരുടെ ചിന്തകൾക്കൊക്കെ ഇവർ വിചാരിക്കുന്ന പോലെ ചിന്തിക്കാനായിട്ട് മലയാളികൾ അത്ര മണ്ടന്മാരല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ അത് ഇവളുമാരുടെ കാരണത്തിട്ടുള്ള ഒരു അടിക്ക് തുല്യമായിരിക്കും. പിന്നീട് അങ്ങോട്ട് ഈ സിനിമ എങ്ങനെ പോകുന്നു എന്നുള്ളത് ആ സിനിമയുടെ എത്രത്തോളം പേര് ആസ്വദിക്കുന്നുണ്ട് എന്നതിനനുസരിച്ചിരിക്കും. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഈ സിനിമയുടെ എന്ത് തന്നെ ആയിരുന്നാലും ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ, ഫസ്റ്റ് ഡേ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ബുക്ക് മൈ ഷോയിലൊക്കെ കണ്ടു കാണും. ആ ഒരു കളക്ഷൻ ഇവളുമാരുടെ കാരണത്തിട്ടുള്ള ഒരു അടിക്ക് തുല്യമായിരിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇനി സിനിമയുടെ അഭിപ്രായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ നല്ല ഒന്നാം തരം സ്പൂഫ് ആയിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറൊന്നുമില്ല. കാരണം വലിയൊരു നിരാശയായിരുന്നു. ഞാൻ ദിലീപ് ഏട്ടൻ്റെ ഒരു കംബാക്ക് ആയിരിക്കും ഈ ഒരു സിനിമ നല്ലൊരു അവസരം കൈക്കിട്ടി അദ്ദേഹം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് വലിയൊരു നിരാശയാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒട്ടും തന്നെ ഈ സിനിമ എൻജോയ് ചെയ്യാനോ അങ്ങനത്തെ ഒരു മൂഡിലായിരുന്നില്ല ഈ സിനിമയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നല്ല ഒന്നാം തരം സ്പൂഫ് അവിടുന്ന് ഇവിടുന്ന് പല സിനിമകളിൽ നിന്നുള്ള പല എലമെന്റ്സും കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഒരു സിനിമ ഒരു അവയിൽ പരുവത്തിൽ എടുത്ത് നമ്മളെ മുന്നിൽ തന്നെ അങ്ങനെ ഉണ്ടാവും. അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. മറ്റ് പല സിനിമകളുടെയും റെഫറൻസുകൾ, അതിലെ ഡയലോഗുകൾ, പല പാട്ടുകൾ എല്ലാം വേറെ സിനിമകൾ, വിജയുടെ ഗില്ലിയുടെ റെഫറൻസിനകത്ത് വരുന്നുണ്ട്. അതുപോലെ മറ്റ് പല സിനിമകളുടെയും റെഫറൻസിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു ഇതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഇല്ലാതായി പോയ ഒരു സിനിമ ആയിപ്പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാം കൊണ്ടും ഈ സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു സ്പൂഫ് പരുവത്തിലാണ് പോകുന്നത്. ഒട്ടും സീരിയസ് അല്ല. മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ഇത്ര വലിയ കോമഡിയാണ്. അതിനുശേഷം ആ തട്ടിക്കൊണ്ട് പോയത് ആരാണ്, അവരെ പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷൻ, ഇതെല്ലാം ഒരുമാതിരി കോമഡി രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. അതിനകത്ത് വിനീത് ശ്രീനിവാസൻ വരുന്നുണ്ട്. വിനീത് ശ്രീനിവാസൻ ഒരു ഓഫീസറായിട്ടാണ്. പുള്ളിയുടെ റിയൽ ലൈഫിൽ ആ റെഫറൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും ചെന്നൈയിൽ നിന്ന് വരത്തുള്ളൂ. NIA ഓഫീസറാണ്. NIA ഓഫീസർ ഡൽഹിയിൽ നിന്നല്ലേ വരുന്നത് ചോദിക്കുമ്പോൾ അറിയാം ഈ NIA ഓഫീസർ എപ്പം ചെന്നൈയിൽ നിന്ന് വരത്തുള്ളൂ. അത് റിയൽ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു പരിപാടിയാണ് ഈ സിനിമയ്ക്കകത്ത് ഉടനീളം. ഡയലോഗ് എല്ലാം തന്നെ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. അത് ഒട്ടും അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. ബൈജു സന്തോഷാണ് മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. നല്ല ഒന്നാം തരം കോമഡി മുഖ്യമന്ത്രി. ഇതെന്ത് മുഖ്യമന്ത്രിയാ? അത് പക്ക ഒരു മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. മൊത്തത്തിലെ ബ്ലാക്ക് ഹ്യൂമർ ഇടകലത്തിയുള്ള അഭിനയമാണ് എല്ലാവരും നടത്തിയിരിക്കുന്നത്. അതുപോലെ ഡയലോഗ് കൂടി അല്ല അങ്ങനെ തന്നെ. അത് ഇപ്പൊ ഈ പറയുന്ന പോലെ വിനീത് ശ്രീനിവാസൻ അദ്ദേഹം സീരിയസ് ആയിട്ട് അഭിനയിക്കുന്നത് തോന്നുന്നില്ല. അദ്ദേഹം ചിരിക്കുന്നൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം സീരിയസ് ആയിട്ട് അഭിനയിക്കുന്നതായിട്ട് ഒട്ടും അങ്ങോട്ട് ഫീൽ ആവുന്നേ ഇല്ല. ദിലീപിന്റെ അഭിനയം തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ ഒരു ഷൈലോക്കിനകത്ത് മമ്മൂക്കയുടെ അഭിനയം ഉണ്ടല്ലോ, അതിന്റെ ഒരു ദിലീപ് വെർഷൻ. ഈ പഴയ കാലത്തെ ആ സിനിമകളിലെ കോമഡികളൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല. പഴത്തിൽ ചവിട്ടി വീഴാൻ പോകുന്ന കോമഡി ഇതിനകത്തില്ല. അങ്ങനെ ഒരു റെഫറൻസ് വരുന്നുണ്ട്, പക്ഷെ അങ്ങനത്തെ ഒരു കോമഡി ഇതിനകത്ത് കാണിക്കുന്നില്ല.
എന്നിരുന്നാലും നമുക്കൊരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹുക്കിംഗ് ആയിട്ടുള്ള എലമെന്റ് വേണ്ടേ. അങ്ങനത്തെ ഒരു സംഭവം ഈ സിനിമയ്ക്ക് അത് ഉടനീളം എങ്ങും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഇമോഷണൽ സീൻസിനകത്തും കോമഡി കാണിക്കുക. ഇമോഷണൽ സീൻസിനകത്ത് പിന്നെ ലാലേട്ടൻ്റെ ഒരു ഇമോഷണൽ സീനുണ്ട്. അതിനകത്ത് പറയുന്ന ഡയലോഗൊക്കെ വലിയ സംഭവമായിട്ട് എന്തോ പിന്നെ കരയേണ്ട രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ അതെന്തോ കാണിക്കുന്നതെന്നുള്ള അവർക്ക് തന്നെ അറിയത്തില്ല. അതുപോലെ തന്നെ ലാലേട്ടനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ്, ഇങ്ങനെ ഒരു ഉള്ള ക്യാരക്ടറിനകത്ത് ലാലേട്ടനെ കാസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒട്ടും അങ്ങോട്ട് ഒരു സുഖം തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു കാസ്റ്റിങ്ങും അദ്ദേഹം പിന്നെ ഇമോഷണൽ സീൻസിനകത്ത് കാണിക്കുന്ന കാര്യങ്ങളും ഫൈറ്റ് സീക്വൻസിനകത്ത് കാണിക്കുന്ന കാര്യങ്ങളും അല്ലാത്ത ഡാൻസ് മറ്റേ അഴിഞ്ഞാട്ട സോങ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒട്ടും അങ്ങോട്ട് ഒരു സുഖം തോന്നാത്ത രീതിയിലാണ് അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ നൂറിൻ ഷെറീഫും ഫാഹിം സഫറും രണ്ടുപേരും ആണ് ഈ സിനിമയുടെ റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും ഇപ്പോഴത്തെ തലമുറയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർ ഒരു കഥ എഴുതുന്ന സമയത്ത് അതിന് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തെ അഭിരുചികളും കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു പിന്നെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഒരു സിനിമ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അവർ രണ്ടുപേരും ഈ സിനിമയ്ക്ക് അത് അഭിനയിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. പക്ഷേ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങിൽ അവർ പുറകോട്ട് സഞ്ചരിച്ചു എന്നുള്ളതാണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില സമയത്ത് ഞാൻ വിചാരിക്കും തെലുങ്ക് സിനിമയാണെന്ന് കാണുന്നത്. കാരണം ആ രീതിയിലുള്ള എഡിറ്റിങ്ങും പിന്നെ അതുപോലെ പിന്നെ ഈ തെലുങ്ക് സിനിമയ്ക്കകത്തെ മാസ് സിനിമയ്ക്കകത്ത് തല്ലിപ്പുള്ളി സിനിമയ്ക്കകത്ത് കണ്ടുവരുന്ന സ്കോർപ്പിയോയും അതെല്ലാം കണ്ടപ്പോൾ പിന്നെ അതുപോലെ തന്നെ ആ ഒരു കളർ ട്രീറ്റ്മെന്റും എല്ലാം കൂടി കണ്ട സമയത്ത് ഇതെന്ത് തെലുങ്ക് സിനിമയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഫീലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഫൈറ്റിനകത്തെല്ലാം അതുപോലെ ഫൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്റർവെൽ ഫൈറ്റിനകത്ത് ഈ പറയുന്ന റോക്കി ബായൊക്കെ മറ്റേ റോക്കി ബായും അതുപോലെ തന്നെ വിക്രത്തിനകത്ത് കമലഹാസനൊക്കെ ഉപയോഗിച്ച മറ്റേ തോക്കുണ്ടല്ലോ, അതിന്റെ ഒരു സ്പൂഫ് എന്നോണം റെഫറൻസ് ആയിട്ട് വേറൊരു സാധനം അതിനകത്ത് ചൈനീസ് വാണങ്ങൾ ഇട്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ച് തീ കൊളുത്തിയിട്ട് ഇതെല്ലാം കൂടി ഇവർ ഈ പോലീസുകാർ നേരത്തേക്ക് വിടുക. അങ്ങനെ വിട്ട് അത് ആ ഒരു ചൈനീസ് വാണം ഉൾപ്പെടെയുള്ള ഒരു ഫൈറ്റ് അങ്ങനെയാണ് ഇതിനകത്ത് ഇന്റർവെൽ കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പൊ അതൊന്നും ഒട്ടും അങ്ങോട്ട് അതിനൊക്കെ ഈ പറയുന്ന ഫൈറ്റിനടക്കി ചിരിക്കുക. അതാ ഞാൻ പറഞ്ഞത് മറ്റേ മമ്മൂക്കയുടെ സിനിമ ഉണ്ടല്ലോ ഷൈലോക്കിനകത്ത് അദ്ദേഹം അങ്ങനെയാണ് ഫൈറ്റിനടക്കി ചിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ദിലീപിന്റെ ക്യാരക്ടറും ആ ഒരു സീക്വൻസ് മാത്രമല്ല സിനിമ മൊത്തത്തിൽ അങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിള്ളേരുടെ ഒപ്പം ഇരുന്നാണ് ഞാൻ ഈ സിനിമ കണ്ടിട്ടുള്ളത്. ഹൗസ്ഫുൾ തിയേറ്റർ ആയിരുന്നു. അതുപോലെ പുതിയ തലമുറയിലെ പിള്ളേരുടെ ഒപ്പം ഇരുന്നാണ് ഈ സിനിമ കണ്ടിട്ടുള്ളത്. അവര് ഈ അഴിഞ്ഞാട്ടം സോങ് വരുന്ന സമയത്ത് അതിനകത്തിരുന്ന് തുള്ളുന്നു ഒക്കെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ആ സിനിമ അല്ല സോങ് യൂട്യൂബിൽ കണ്ട സമയത്തും തിയേറ്ററിൽ കാണുമ്പോഴേ എല്ലാം ഒരുപോലെ തന്നെ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അവർക്കൊരു പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. എനിക്ക് അത്ര അങ്ങോട്ട് ആ സോങ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട സോങ്ങേ അല്ല. ഇനി സോങ്ങിന്റെ കാര്യം മാത്രമല്ല, ഓവറോൾ ഈ സിനിമയുടെ ബീജം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പല സിനിമയ്ക്കകത്തും ഉണ്ടല്ലോ ഈ പറയുന്ന എന്താ കുറച്ച് വല്ലാത്ത കുറെ പാട്ടുകളൊക്കെ ഇട്ടുകൊണ്ടുള്ള ബീജിയം, അതുപോലെ സിറ്റുവേഷൻസ് ചേരാത്ത കുറച്ച് പിന്നെ സ്കോറുകളെല്ലാം കയറി വരുന്ന അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ സിനിമയുടെ ബീജിയം വൈസ് കൊടുത്തിട്ടുള്ളത്. റാപ്പ് സോങ്ങുകളാണ് സീൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത്. റാപ്പ് സോങ്ങുകൾ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് സിനിമകളിലെ പല സോങ്ങുകളും ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. ഡയലോഗുകളും അങ്ങനത്തെ വരുന്നുണ്ട്. അതൊന്നും ഒട്ടും അങ്ങോട്ട് യോജിച്ച് പോകാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ യോജിച്ച് പോകാൻ മെയിൻ കാരണം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കോമഡി കാണിക്കുക. അത് ചില സിനിമകളിലൊക്കെ അതിന് ഒന്നോ രണ്ടോ സീനുകളൊക്കെ ആണെങ്കിൽ ഓക്കെ, ബാക്കിയുള്ള പിന്നെ സീനുകളിലൊക്കെ അവർ സീരിയസ് ആയിട്ട് പോകുമല്ലോ. ഇതങ്ങനല്ല. ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ, അതായത് ദിലീപിന്റെ ക്യാരക്ടറിന് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്ക് പറയുന്ന കാര്യം സീരിയസ് ആണെങ്കിൽ പോലും അതിനുശേഷം ഇദ്ദേഹം അതുകൊണ്ടാണ് ഇതായത് എന്ന് പറയുന്ന സമയത്ത് അത് ഒട്ടും അങ്ങോട്ട് സിറ്റുവേഷനായിട്ട് യോജിച്ചു പോകുന്നതേ ഇല്ല. ധനഞ്ജയ ശങ്കറാണ് ഇതിന്റെ സംവിധായകൻ. ഡയറക്ഷൻ വൈസ് വലിയ കുഴപ്പമില്ലെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും വലിയ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്ന ഈ സിനിമയ്ക്ക് ഒരു രീതിയിലുള്ള പ്രൊമോഷനും ഇല്ലാതെ ഇത്രയും ഹൈപ്പ്, അത് പിന്നെ ഈ പറയുന്ന കേസിന്റെ കാര്യം കൊണ്ട് തന്നെയാണ് അത്രയും ഹൈപ്പ് ഉണ്ടായിരുന്ന സിനിമയാണ്. പക്ഷെ ആ ഹൈപ്പിനൊത്ത് സിനിമയുടെ കണ്ടന്റിന് ഉയരാൻ സാധിച്ചില്ല എന്നുള്ളത് ഈ സിനിമയ്ക്ക് ഒരു വലിയ അടിയായിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ തന്നെ ആയിരുന്നാലും ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ നമ്മുടെ ഈ സോക്കോൾഡ് ഈ മിസ്അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള ആളുകളുടെ കാരണത്തിലുള്ള ഒരു വലിയ അടിയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീട് അങ്ങോട്ട് ഇത് എങ്ങനെയാണ് പോകുന്നുള്ളത് ആ സിനിമയുടെ ഇതനുസരിച്ചിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഫസ്റ്റ് ഡേ അത്രയും ഹൈപ്പ് ഉണ്ടാക്കി വെച്ചത് ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. സിനിമ ഞാൻ പറഞ്ഞല്ലോ, സിനിമയുടെ ഒരു ഇന്റർവ്യൂവോ വേറെ പ്രൊമോഷണൽ പരമായിട്ടുള്ള ഈ ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു എന്നുള്ളതല്ലാതെ ഒരു ഇന്റർവ്യൂവോ മറ്റൊരു പ്രൊമോഷണലായിട്ട് കാര്യങ്ങളോ ഈ സിനിമയ്ക്ക് നടന്നിട്ടേ ഇല്ല. അങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് കയറുന്നു എന്ന് പറയുമ്പോൾ അത് ഇവളുമാരൊക്കെ തന്നെ ഉണ്ടാക്കി വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും അതിനൊട്ട് സിനിമയ്ക്ക് ഉയരാൻ സാധിച്ചില്ല. അതൊരു വലിയ അടിയായിട്ട് ഈ സിനിമയ്ക്ക് മാറി.
എന്നെ സംബന്ധിച്ചോളം ഒരു വെറുതെ ഇങ്ങനെ പോയി കണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. എന്തായാലും നല്ലൊരു അഴിഞ്ഞാട്ടം കാണാൻ പോയിട്ട് മൊത്തത്തിലൊരു അളിഞ്ഞ ആട്ടം കണ്ട അവസ്ഥയാണ് എനിക്കിപ്പോഴുള്ളത്.